ഇതെന്താണെങ്കിലും ആര്യൻ്റെ ഇമ്മെച്യൂരിറ്റി ആയിട്ട് കാണാൻ തോന്നുന്നില്ല. ഇത് സത്യത്തിൽ അഹങ്കാരം തന്നെയാണ്. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കിരീടധാരണം. അപ്പം അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തു. രേണു സുധി ഒന്ന് തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ആര്യൻ വളരെ ചിരിച്ച് ജിഷിനോട് പറയുന്നുണ്ട്, രേണു ചേച്ചി ഒന്ന് തൊട്ടാ താഴെ വീഴും, ചത്തു വീഴും, രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ കൂടെ പോകും. രേണു അവിടെ തളർന്നു കിടക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതിനുള്ള മറുപടി അപ്പോൾ തന്നെ രേണു അവന് കൊടുത്തേനെ. നമുക്കറിയാം രേണു അവിടെ ആക്റ്റീവ് അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും രേണുവിനെ ഒന്ന് ചൊറിഞ്ഞു ചെല്ലുന്നവരെ തിരിച്ച് മാന്തി വിട്ട ചരിത്രമാണുള്ളൂ. ഇപ്പോൾ എപ്പിസോഡൊക്കെ കാണുന്നവർക്കറിയാം, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് മസ്താനിയൊക്കെ വന്നപ്പോൾ മസ്താനി ഒന്ന് പോയിട്ട് ചൊറിഞ്ഞായിരുന്നു രേണുവിനെ. രേണു തിരിച്ച് നന്നായിട്ട് മാന്തി വയറ് നിറച്ചാണ് വിട്ടത്. കാരണം രേണുവിനോട് ഒരാൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുന്നോ അതേ രീതിയിൽ തിരിച്ച് നല്ല പോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് രേണു. പക്ഷെ ആ ഒരു വീട്ടിൽ രേണു അത്ര ആക്റ്റീവല്ല. പറഞ്ഞു വന്നതുപോലെ ഇത് ആര്യൻ്റെ ഇമ്മെച്യൂരിറ്റി ആയിട്ട് തോന്നുന്നില്ല. കാരണം എത്ര മെച്യൂരിറ്റി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞാലും ഒരാളോട് ഒരേ കാര്യം പല പ്രാവശ്യം പറഞ്ഞാലെങ്കിലും അയാൾക്കൊന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്നൊന്ന് ചിന്തിക്കും. ഇതിപ്പോൾ ആര്യൻ എന്തു പറഞ്ഞാലും അവൻ പറഞ്ഞതാണ് ശരി എന്ന മട്ടില് ഒരു രൺബീർ കപൂർ ആയിട്ട് അങ്ങ് നടപ്പ് തന്നെയാണ്. ഇപ്പം കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഗ്രൂപ്പീസോ ഫേവറേഴ്സോ ഒന്നും നോക്കാതെ അക്ബർ പ്രതികരിച്ചിട്ടുണ്ട്. അക്ബറിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിസം കാണിക്കലും അനാവശ്യപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കലുമാണ്. അതല്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ അക്ബർ ഒരു പെർഫെക്റ്റ് ബി മെറ്റീരിയൽ തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പം എന്താണെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അക്ബർ ആദ്യമായിട്ട് വാ തുറന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ ആര്യൻ അംഗീകരിക്കുന്നതേ ഇല്ല കേട്ടോ. ആര്യൻ പറയുന്നുണ്ട്, നീ അനീഷ് അങ്ങനെ കടന്നപ്പോൾ നീ ചിരിച്ചല്ലോ എന്ന് ആര്യൻ പറയുന്നുണ്ട്. അപ്പം തന്നെ അക്ബർ പറയുന്നുണ്ട്, എടാ അനീഷ് കടന്നപ്പോൾ ഞാൻ ചിരിച്ചതുപോലെയല്ല നീ പറഞ്ഞത്, അത് നീ ഓർക്കുന്നു പറയുന്നുണ്ട്. അപ്പോഴും ആര്യൻ സമ്മതിക്കുന്നില്ല. അപ്പം അക്ബർ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇത് ജനങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആര്യന്റെ വിചാരം പുറത്ത് ആര്യന് ഒരുപാട് ഫാൻസ് ആണ്. കാരണം രൺബീർ കപൂർ ആണെന്ന് വന്നപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ജനപിന്തുണ ആര്യനുണ്ട് എന്നാണ് ആര്യന്റെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീക്കിൽ ആര്യൻ ഔട്ടാകുന്നില്ല എങ്കിൽ ലാലേട്ടൻ അതൊന്ന് അറിയിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് ആര്യനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ആര്യനിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആര്യൻ ഇനി ഔട്ടാകുന്നില്ലെങ്കിൽ എന്താണെങ്കിലും ആര്യന് സാമാന്യ ബോധവും വിവേകവും ഇല്ല എന്നുള്ളത് ആര്യൻ വീണ്ടും തെളിയിച്ചു. എന്താണെങ്കിലും ആര്യനെ എതിർത്ത് സംസാരിച്ചത് അക്ബറിൻ്റെ ഒരു മികച്ച തീരുമാനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്ബർ ഒരു പുലിയാകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ആര്യൻ പറഞ്ഞത് തെറ്റാണെന്ന് ആര്യൻ സമ്മതിക്കുന്നത് വരെ അവിടെയുള്ളവരെ ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിലും അവിടെ വേറെ കുറേ ആളുകളുണ്ട്, ആവശ്യമുള്ള കാര്യത്തിനൊന്നും വാ തുറക്കില്ല. അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തലച്ചാണ് കാറി വഴക്കിടാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. എന്താണെങ്കിലും രേണു ഒരുപാട് നാൾക്ക് ശേഷം ഈ ഒരു ടാസ്ക് എങ്കിലും വിജയിക്കാം എന്നുള്ളൊരു ആശയോടെ പോയിട്ട് ആ ഒരു ടാസ്കിൽ പങ്കെടുത്തതായിരിക്കും. പാവത്തിനെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല, തല ഇറങ്ങി വീണു. അപ്പോൾ ഈ ആര്യനെ എന്താണെങ്കിലും നോക്കി വെച്ചോട്ടോ. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആര്യൻ ഇനി ആ ഒരു ഷോയിൽ മുന്നോട്ട് പോകണോ, ആര്യന് വോട്ട് ചെയ്യണോ, അത് എവിക്റ്റ് ആക്കണോ എന്നൊക്കെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ഇപ്പം ആര്യനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഇതേപോലെ ആര്യൻ്റെ ഒരു മെച്യൂരിറ്റി കുറവുള്ളത് കൊണ്ടാണോ ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതോ ആര്യൻ്റെ അഹങ്കാരം കൊണ്ടാണോ? എന്താണെന്നുള്ളത് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.